കേരളത്തിന്റെ സ്വന്തം വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നത് മലയാളികളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒന്നാണ്. മലയാളി സംരംഭകർ വ്യോമയാന മേഖലകളിലേക്ക് ചുവടുവെക്കുമ്പോൾ ആ അഭിമാന നിമിഷം ഒട്ടും അകലെയല്ല. കേരളത്തിന്റെ സ്വന്തം വിമാനം ഇനി പറന്നുയരാനുള്ള ആദ്യ ചിറകടിച്ചുകൊണ്ട് ആഭ്യന്തര വ്യോമയാന സർവീസിലേക്ക് കടക്കുകയാണ് എയർ കേരള എന്ന കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനി. സെറ്റ് ഫ്ലൈ ഏവിയേഷൻസ് ആണ് എയർ കേരള എന്ന പേരിൽ സർവീസ് തുടങ്ങുന്നത്. കേരളത്തിലെ പ്രവാസി സംരംഭകരുടേതാണ് ഈ വിമാന കമ്പനി. വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 5 വിമാനങ്ങൾ വാടകയ്ക്കെടുത്തുകൊണ്ട് ആദ്യഘട്ട ഒരുക്കങ്ങൾ കമ്പനി പൂർത്തിയാക്കുകയാണ്. പൂർണ്ണമായും ഇക്കണോമിക് ക്ലാസുകളിൽ 76 സീറ്റുകളുള്ള വിമാനങ്ങളാകും ആദ്യഘട്ടത്തിൽ പറന്നുയരുന്നത്. അയർലൻഡിൽ നിന്ന് 5 വിമാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി ജൂണോടെ സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ചെറിയ നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2027ഓടെ രാജ്യാന്തര സർവീസുകൾ തുടങ്ങണമെന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. കുതിച്ചുയരുന്ന വിമാന നിരക്കുകൾക്ക് മുന്നിൽ അന്തം വിട്ട് നിൽക്കുന്ന മലയാളി യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് എയർ കേരള എന്ന വിമാന കമ്പനിയിന്മേലുള്ളത്. ഘട്ടം ഘട്ടമായി 20 എയർക്രാഫ്റ്റുകൾ കേരളത്തിലെത്തിക്കാനാണ് കമ്പനിയുടെ ശ്രമം. 2025 രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കും. എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MD ബി ദിനേശ് കുമാറും വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ എയർ കേരള CEO ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാറും ചേർന്ന് ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. എയർ കേരളയുടെ 26% ഓഹരിയും കേരള സർക്കാർ, സിയാൽ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉടമസ്ഥതയിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ ഉണ്ടാകും. സർവീസ് മാർച്ചോടെ തന്നെ തുടങ്ങാനുള്ള പദ്ധതികളാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. എയർ കേരള ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ടയർ 1, ടയർ 3 വിമാനത്താവളങ്ങളിലാണ്. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കണ്ണൂർ വിമാനത്താവളം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എയർ കേരള വലിയൊരു സാധ്യതയാണ് കണ്ണൂർ വിമാനത്താവളത്തിന് നൽകുന്നത്. നിലവിൽ 3500 കോടി രൂപയുടെ അംഗീകൃത മൂലധനം കണ്ണൂർ വിമാനത്താവളത്തിനുണ്ട്. എന്നാൽ കിയാൽ മാനേജ്മെന്റിന്റെ മേൽനോട്ടക്കുറവ് മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് വിമാനത്താവളം കടന്നുപോകുന്നതെന്നാണ് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും കുടക് മേഖലകളിലെയും കോഴിക്കോട് ജില്ലയിലെ വടക്ക് കിഴക്കൻ മേഖലയിലെയും പ്രവാസികൾ അടക്കമുള്ളവർക്ക് വളരെയേറെ പ്രയോജനകരമാണ് കണ്ണൂർ വിമാനത്താവളം. അന്താരാഷ്ട്ര അനുമതി കൂടി നേടിക്കഴിയുമ്പോൾ തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ, UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ റൂട്ടുകൾക്ക് മുൻഗണന നൽകാനാണ് കമ്പനി അധികൃതരുടെ തീരുമാനം. ആഭ്യന്തരമായി ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവയെ ടയർ 1 നഗരങ്ങളിലൂടെ ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. കുറഞ്ഞ യാത്രാ നിരക്കും സമയബന്ധിതമായ സർവീസുകളുമാണ് മലയാളി യാത്രക്കാരുടെ പ്രതീക്ഷ. കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ സംവിധാനം ഒരുക്കിയാൽ കേരളത്തിന്റെ വിനോദസഞ്ചാര രംഗത്ത് പുതിയ ചുവടുവയ്പുണ്ടാക്കാൻ ആകുമെന്ന് തന്നെയാണ് കമ്പനി അധികാരികളുടെ കണക്കുകൂട്ടൽ. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയാണ് ഈ സംരംഭത്തിലൂടെ തുറക്കുന്നതെന്ന് ടൂറിസം മന്ത്രി P. രാജീവും വ്യക്തമാക്കുന്നു.